വചനം 245. മൻദ, ആരുണ്ട്, ഇങ്ങനെയുള്ളവൻ ആരാണ്? അല്ലദി യുഖ്രിദു, കടം കൊടുക്കുന്നവൻ, അല്ലാഹ, അല്ലാഹുവിന്, ഖർദൻ, കടം, ഹസനൻ, നല്ലതായ, ഫയുദാഇഫഹു, എന്നാൽ അവൻ അതിനെ ഇരട്ടിയാക്കി കൊടുക്കും, ലഹു, അവന്, അദ്ആഫൻ, ഇരട്ടികൾ, കസീറതൻ, വളരെ അധികം, വല്ലാഹു, അല്ലാഹു, യഖ്ബിദു, പിടിക്കുന്നു, ചുരുക്കിയെടുക്കും, വയബ്സുതു, നീട്ടുകയും ചെയ്യുന്നു, പരത്തുകയും ചെയ്യും, വ ഇലൈഹി, അവങ്കലേക്കു തന്നെ, തുർജഊൻ, മടക്കപ്പെടുന്നു. من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون. ആരുണ്ട് അല്ലാഹുവിനു നല്ല കടമായി കടം കൊടുക്കുന്നവൻ, എന്നാൽ അവന് അതിനെ വളരെ ഇരട്ടികളായി ഇരട്ടിച്ചു അവൻ കൊടുക്കുന്നതാണ്. അല്ലാഹു ചുരുക്കി പിടിക്കുകയും നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു, അവങ്കലേക്കു തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. വചനം 245 വിശദീകരണം. അള്ളാഹുവിന് കടം കൊടുക്കുക എന്നും നല്ല കടം എന്നും പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യത്തെപ്പറ്റി സൂറത്ത് ഹദീദ് 11 വ്യാഖ്യാനത്തിൽ കൂടുതൽ കാണുക. പൂർണ്ണ മനസ്സോടെയും അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചും നൽകുന്ന ഏതു സംഭാവനയും ദാനധർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കും. ഒന്നും ഒഴിവാകാതെ എല്ലാം അവൻ കണക്കുവെക്കുകയും അതിനെ വളർത്തി അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവസാനം ധാരാളക്കണക്കിൽ ഇരട്ടിപ്പിച്ചുകൊണ്ട് ധാരാളക്കണക്കിൽ പ്രതിഫലം നൽകുകയും ചെയ്യും എന്നു സാരം. ഈ വചനം അവതരിച്ചപ്പോൾ അൻസാരിക്കാരനായ അബുദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏക സ്വത്തും 600 ഈത്തപ്പനകൾ ഉൾക്കൊള്ളുന്നതുമായ ഒരു തോട്ടം ഞാനിതാ അള്ളാഹുവിന് കടം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായെന്ന് ഇബ്നു അബീ ഹാത്തിമും റളിയല്ലാഹു അൻഹും മറ്റും ഉദ്ധരിച്ചിരിക്കുന്നു. നല്ല വിഷയത്തിൽ ധനം ചെലവഴിക്കുവാൻ മടിക്കേണ്ടതില്ല. ധനവും ഉപജീവന മാർഗവുമൊക്കെ കൊടുക്കുന്നതും എടുക്കുന്നതും അത് വിശാലമാക്കുന്നതും കുടുസാക്കുന്നതും അള്ളാഹുവാണ്. അവസാനം എല്ലാവരും അവങ്കിലേക്കു തന്നെ മടങ്ങിച്ചെല്ലുകയും ചെയ്യും. അപ്പോൾ ചിലവഴിച്ചതിൻ്റെ ലാഭവും ചിലവഴിക്കാത്തതിൻ്റെ നഷ്ടവും അവിടെ വെച്ച് അനുഭവപ്പെടും എന്നൊക്കെയാണ് അവസാനത്തെ വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത്.